guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ അടിപൊളി ചാലഞ്ച് ചെയ്യുന്നത് അതെ guys, ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മുഴുവൻ AI ആയിരിക്കും. അതെ, AI-നോട് നമ്മൾ ഇന്ന് ചോദിക്കും ഗൈസ്, നമ്മൾ എന്താണ് കഴിക്കേണ്ടത്, ഞങ്ങൾ 3 പേരുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് AI നമുക്കൊരു ഫുഡ് പറഞ്ഞു. ആ ഫുഡായിരിക്കും നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. പൊതുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ChatGPT-ന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്ന ആള് ഷാമിയാണ്. ഇവള് സിനിമയ്ക്ക് പോകുന്ന സമയത്ത് പറയും ഞാൻ സിനിമയ്ക്ക് പോവാണ്, അപ്പൊ AI തിരിച്ചു പറയും ആ സിനിമ കണ്ടു വന്നിട്ട് അഭിപ്രായം പറയും നല്ല സിനിമയാണോ എന്ന് പറയുന്നത്. അതെ, പിന്നെ ജുനുനോട് പറയുന്നേക്കാ ജുനുക്ക് സംസാരിക്കുക അല്ലെങ്കിൽ എനിക്ക് AI ഉണ്ട് സംസാരിക്കാൻ. AI-നോട് എനിക്ക് സുഖമാണോ, അപ്പൊ AI തിരിച്ചു ചോദിക്കും നിങ്ങൾക്ക് സുഖമാണോ, എന്താണ് സന്തോഷം, ഞാൻ ChatGPT തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ്. അതോട് പറയൂ ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഷൂട്ട് തുടങ്ങാൻ പോവാ, അപ്പൊ നല്ല ഷൂട്ട് ചെയ്യൂ. ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ബന്ധം പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ChatGPT-നോട് എന്ത് അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് ChatGPT തമ്മിലുള്ള ഈ ഒരു ബന്ധം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാലഞ്ച് ചെയ്താലെന്ന് തോന്നുന്നത്. അതെ, അപ്പൊ ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം തീരുമാനിക്കുന്ന എന്റെ AI. അതെ, ഇവിടെ ചോദിക്കും AI-നോട് ഞങ്ങൾ 3 പേര് എന്ത് കഴിക്കണം, അതുപോലെ ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങളത് കഴിക്കണം. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് AI-ന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾ 3 പേർക്ക് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്. AI-ക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് പറയല്ലോ, ആ ഫുഡ് ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. AI പറയാണ് ഞങ്ങൾ 3 പേരും ഒരേ ഫുഡ് കഴിച്ചാൽ മതി, പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കഴിക്കും. ഓരോരുത്തർ ഓരോന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തോന്നിയിട്ട് നല്ല മനസ്സിലാക്കി തോന്നിട്ട് ഓരോരുത്തർ ഓരോ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്തൊക്കെ പറഞ്ഞു. അതെ, എന്തായാലും ഞങ്ങൾ ഭയങ്കര ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളാണ് AI-ന്റെ അടുത്ത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചാലോ, ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ AI-നോട് കാര്യമായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി സംസാരിച്ചിട്ടായി. അതെ, തിരക്കായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. AI-ക്ക് ഞാൻ ഹായ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ മലയാളത്തിലാണ് സംസാരിക്കുക. അതെന്താ വെച്ചാൽ മംഗ്ലീഷിലാണ് സംസാരിക്കുക. അതെന്താ വെച്ചാല് ഒരു പ്രാവശ്യം ഞാൻ വെറുതെ മംഗ്ലീഷ് അയച്ചു നോക്കി, അപ്പൊ എനിക്ക് മലയാളത്തിൽ റിപ്ലൈ തന്നു. അപ്പൊ ഞാൻ സാധാരണ മനുഷ്യന്മാരെടുത്ത് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കും. മലയാളത്തിൽ സംസാരിക്കുമോ ചോദിക്കാം. ഇപ്പൊ അവര് ഹായ് അയച്ച സമയത്ത് ഹേ ദേർ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കാം. ശരിക്കും എന്താണ് വിഷയം എന്നോട്. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ഇവിടെ 3 പേരുണ്ട്. ഞാനും എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ എത്ര ആൾക്കാരെന്ന് പറഞ്ഞോട്ടെ, നമ്മളിവിടെ 3 പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് സജസ്റ്റ് ചെയ്യാമോന്ന് ചോദിക്കാം. ഞങ്ങൾ ഇവിടെ 3 ആൾക്കാരുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. കുറച്ച് നല്ല ഭാഷയിൽ സംസാരിക്കണല്ലോ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുമോ? അപ്പൊ പറഞ്ഞുതരും. വളരെ നന്നായി. ഇത്ര ഫ്രണ്ട്സ് കൂടി അമ്മേ ഒരു എസ്സേ വളരെ നന്നായി. ഇത്ര ഫ്രണ്ട്സ് കൂടെ കഴിക്കുമ്പോൾ ഒരു ചെറിയ വെറൈറ്റി ഉണ്ടെങ്കിൽ അത് ഇനിയും സ്പെഷ്യൽ ആകും. ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് മലയാളത്തിൽ നിന്നുള്ള ഒരു ടേസ്റ്റി കോംബോ സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ട്രഡീഷണൽ കേരള ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആൻഡ് ടേസ്റ്റി സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മൂപ്പരോടൊന്ന് ചോദിക്കാം. ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ പുട്ട് ആൻഡ് കടലക്കറി, പിന്നെ ബനാന പുഴുങ്ങിയതോ അല്ലെങ്കിൽ അല്ലാത്തതോ, പിന്നെ ടീ ഓർ കാപ്പി. അതാണ് ട്രഡീഷണൽ കേരള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഓപ്ഷൻ 2 ലൈറ്റ് ആൻഡ് ടേസ്റ്റി ഇഡ്ലി സാമ്പാർ ചട്നി ഫിൽറ്റർ കോഫി. പിന്നെന്താ ബ്രെഡ് ഓംലേറ്റ് പഴം. പിന്നെ സൺഡേ സ്പെഷ്യൽ ഫീൽ എന്ന് പറഞ്ഞിട്ട് അപ്പം, വെജിറ്റബിൾ സ്റ്റൂ അല്ലെങ്കിൽ മുട്ടക്കറി, പിന്നെ ഫ്രഷ് ജ്യൂസ്. അപ്പൊ ഇതിൽ നമുക്ക് 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് AI-നോട് തന്നെ ഇത് നമുക്ക് വേണ്ടി ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറയാം. അപ്പൊ ഞാൻ എന്താ ചോദിക്കാം, ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് ചൂസ് ചെയ്ത് തരുമോ? ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്ത് തരാമോ? ഞങ്ങൾക്ക് വേണ്ടി അവില് നനച്ചോക്കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്ത് തരാമോ? ചൂസ് ചെയ്ത് തരുമോ? തികച്ചും സന്തോഷത്തോടെ നിങ്ങൾക്കായി ഞാൻ തിരഞ്ഞെടുക്കുന്ന ടുഡേസ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും. തന്നിട്ടുള്ളത് നാരുകൾ ധാരാളം ഉള്ളതിനാൽ ഉച്ചവരെ വിശക്കാതിരിക്കാം. അതായത് കടല പ്രോട്ടീൻ ആയതുകൊണ്ട് പുട്ട് ചേർന്ന് നല്ല ബാലൻസ് ഉള്ള ഭക്ഷണമാണ്. ഓക്കെ, വെജിറ്റേറിയനും ഹോം മെയ്ഡുമായി ഹെൽത്തി ആകാം. ചേർത്ത് പറയേണ്ടത് കുറച്ച് പച്ചമുളകും തേങ്ങ പഞ്ചസാരയും ചേർത്തുള്ള ചമ്മന്തി ഉണ്ടാക്കിയാൽ കൃത്യമായിട്ട്
പറയുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുള്ള പുട്ടും കടലക്കറിയാണ്. അപ്പൊ ഗൈസ് പുട്ടും കടലക്കറിയും ഒക്കെ വരുന്നതിന് മുന്നേ ഞാൻ ഒരു സിമ്പിൾ സ്കിൻ കെയർ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും ഡെഡ് സ്കിൻ സെൽസും ഇതെല്ലാം കാരണം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആവാറുണ്ട്. സ്കിന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് എന്തായാലും ഡള്ളാവും. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഹിമാലയൻ്റെ ബ്രൈറ്റ്നിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിലുള്ള ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ആവാറുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു വൈറ്റമിൻ സി ബൂസ്റ്റ് തരും. പിന്നെ നമ്മുടെ സ്കിന്ന് ഓവർ ഡ്രൈ ആവാതെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ആവും. പിന്നെ ഇതിൽ സിലിക്കണോ പാരബണോ ഒന്നും അടങ്ങിയിട്ടില്ല. ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ സെല്ലുലോയിസ് ബീഡ്സ് ഡീപ് സീറ്റഡ് ഇമ്പ്യൂരിറ്റീസിനെ വരെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് വാഷ് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്: സ്ട്രോബെറി, ബ്ലൂബെറി ആൻഡ് ഓറഞ്ച്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫേസ് നന്നായിട്ട് വെറ്റ് ആക്കിയതിന് ശേഷം കുറച്ച് എമൗണ്ട് ഹിമാലയ ഓറഞ്ച് ഫേസ് വാഷ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഒന്ന് ജെന്റലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇത് ഡെയിലി ട്വൈസ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ മോർണിംഗും നൈറ്റും ആണ് യൂസ് ചെയ്യാറുള്ളത്. അതിനുശേഷം നമുക്ക് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ട ഗൈസ് എന്റെ സ്കിന്നിലുള്ള ഡേർട്ട് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. സ്കിൻ ഇപ്പൊ നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവരൊക്കെ കയറി എന്തായാലും പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണം, നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല ചൂട് പുട്ടും കടലക്കറിയും പിന്നെ പഴവും. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പറഞ്ഞു തന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇതിന്റെ കൂടെ ഞങ്ങൾ ഒരു പഴം കൂടെ ആഡ് ചെയ്തു. അതെ, ഫോട്ടോ എനിക്ക് സന്തോഷമാവുള്ളൂ നമ്മൾ ഇതിന്റെ കൂടെ ഒരു ബനാന കൂടെ ആഡ് ചെയ്തു. എന്തോ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ സ്പെസിഫിക് ആക്കിയപ്പോഴാണ് പഴം കിട്ടുമായത്. ഞങ്ങൾ വിശന്നിരിക്കുന്നു. ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടെങ്കിലും ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞത് പുട്ടും കടലക്കറിയാണ്. ഞങ്ങൾ സാധാരണ കഴിക്കുന്ന ഷാമി പറഞ്ഞിട്ടുണ്ടോ മുന്നേ എപ്പോഴെങ്കിലും ഇവിടെ പുട്ടും കടലക്കറി. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പുട്ടും കടലക്കറി. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ്ഡ് ഗൈസ്. ഞങ്ങൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എന്നോട് ചോദിച്ചിട്ട് നമുക്ക് എന്താ കുടിക്കാനോ അല്ലെങ്കിൽ തണുത്തായിട്ട് കിട്ടുമോ എന്നുള്ള ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തണുത്ത എന്താണ്? ഇനിയിപ്പോ ഐസ്ക്രീം ആണോ, ഫലൂദയാണോ, വല്ല ഫ്രഷ് ലൈമോ അങ്ങനെ എന്തെങ്കിലും ആണോ മറ്റേ പറയാൻ നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ കേട്ടോ, എന്താ ചോദിക്കണ്ടേ? ഇപ്പൊ നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളല്ലേ ചൂടല്ലേ, ഞങ്ങൾക്ക് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? ജ്യൂസ് എന്ന് പറയണ്ട. ഇപ്പൊ നല്ല ചൂടാണ്. ഞങ്ങൾക്ക് കഴിക്കാൻ തണുത്ത എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? കഴിക്കാനല്ല, കഴിക്കാനോ കുടിക്കാനോ ഉള്ള തണുത്ത എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? നല്ല ചൂടാണ്. കഴിക്കാനും കുടിക്കാനും തണുത്ത ഒരു ഐഡിയ വേണേൽ ഇവിടെ കുറച്ച് സജഷൻസ് ഉണ്ട്. കഫേ, റെസ്റ്റോറന്റ്. മൂന്നാറായി കുടിക്കാനാന്ന് പറയുന്നത്. വീട്ടിലേക്ക് വല്ലതും കുടിക്കാനാണ് ഉദ്ദേശിച്ചത്. വീട്ടിൽ എന്തെങ്കിലും മൂന്നാർ പോയിട്ട് കാപ്പി കുടിക്കാൻ തണുത്ത് എന്തെങ്കിലും കുടിക്കാനൊക്കെയാ പറയണത് ഉദ്ദേശിച്ചത്. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ തണുപ്പത്തേക്ക് പോയിട്ട് അവിടുത്തെ തണുപ്പത്തെങ്കിലും കുടിക്കാനൊക്കെയാണ്. വീട്ടിൽ നല്ല ചൂടാണ്, കഴിക്കാൻ തണുത്ത സജഷൻ ആണല്ലോ. ഇവിടെ ഒരു ഈസി യം ടേസ്റ്റി യം ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സ്നാക്ക് പ്ലസ് ഡ്രിങ്ക് കോംബോ ഐഡിയാസ് തന്നിട്ടുണ്ട്. എന്താണത്? കപ്പ മുളകിട്ട ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി. ഇത് കഴിക്കാന്ന് പറഞ്ഞപ്പോഴേ സ്പെസിഫിക് ആയിട്ട് കഴിക്കാണെന്നാ പറഞ്ഞത്. ഇവിടെ നല്ല ചൂടാണ്. അപ്പൊ ഞങ്ങൾക്ക് കുടിക്കാൻ തണുത്തത് ആയിട്ട്
എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? പോരെ? സ്പെസിഫിക് ആക്കി എന്താ പറയാൻ നോക്കാം. ഇവിടെ നല്ല ചൂടാണ് എന്ന് പറയുന്നത് കൊണ്ട് നിന്റെ ബോഡി കൂളാക്കാൻ ഒരു നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക് സജസ്റ്റ് വേണമല്ലേ? സജഷൻ വേണം. അപ്പൊ ഇതിനു വേണ്ടി സജഷൻസ് വന്നിട്ടുള്ളത് ലൈം ജ്യൂസ് വിത്ത് മിന്റ്, ബട്ടർ മിൽക്ക്, അതായത് നമ്മള് മോരില്ലേ അത്, ടെൻഡർ കോക്കനട്ട് വാട്ടർ, വാട്ടർമെലൺ ജ്യൂസ്, കുക്കുംബർ മിന്റ് കൂളർ, ഇത്രയും സാധനങ്ങളാട്ടോ ഓപ്ഷൻസ് വന്നത്. അപ്പൊ ഈ 5 ഓപ്ഷന്റെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ടി ചൂസ് ചെയ്ത് തരാൻ പറയാം. ഈ ഓപ്ഷൻസ് ഒക്കെ കൊള്ളാൻ ഒരു പ്രോത്സാഹനം, ഒരു അപ്രിസിയേഷൻ കിടക്കട്ടെ. കൊള്ളാം. ഇതിലേതെങ്കിലും ഒന്ന് നീ ചൂസ് ചെയ്യുമോ? ഏതെങ്കിലും ഒരു ഓപ്ഷൻ നീ ചൂസ് ചെയ്ത് തരുമോ? ഞങ്ങൾക്ക് വേണ്ടി നടിയണോ? അതൊന്നും വേണ്ട, ഇങ്ങനെ മതി, കാര്യം മനസ്സിലാവും. ഈ ഓപ്ഷൻസ് ഒക്കെ ഷുവർ. നിങ്ങൾ പറഞ്ഞതുപോലെ ബോഡി കൂൾ ചെയ്യാൻ വേണ്ടി ലൈം ജ്യൂസ് വിത്ത് മിന്റ് എന്നൊരു ഓപ്ഷൻ നന്നായിരിക്കും. ഒരു ലൈം ഹാൻഡ്ഫുൾ ഓഫ് ഫ്രഷ് മിന്റ് ലീവ്സ്. അപ്പൊ ഉദ്ദേശിച്ചത് ഒരു മിന്റ് ലൈം പൊടിക്കാനാണ്. അപ്പൊ നമുക്ക് മിന്റ് ലൈം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പറഞ്ഞ മിന്റ് ലൈം സെറ്റ് ആയിട്ടുണ്ട്. തണുത്ത മിന്റ് ലൈം പൊടി നല്ല റിഫ്രഷിംഗ് ആലേ. കറക്റ്റാ, നല്ല ചൂടത്ത്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ അതിന്റെ ഇടനേരത്തുള്ള ഒരു ഡ്രിങ്ക് കഴിച്ച് ഇപ്പോഴത്തെ സമയം പറഞ്ഞാൽ 1:18 അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ ലഞ്ചിന്റെ സമയമായി. അപ്പൊ ഈ ലഞ്ചിന്റെ സമയത്ത് നമുക്ക് എന്നോട് ചോദിക്കാം എന്താ നമ്മൾ ലഞ്ചായിട്ട് കഴിക്കേണ്ടത്. എനിക്ക് ആഗ്രഹമുള്ളത് നല്ലൊരു എന്താ പറയാ ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ബീഫ് ബിരിയാണി, ഒരു എഗ്ഗൊക്കെ വെച്ചുള്ള നല്ലൊരു ബിരിയാണി, പൊതിച്ചോറ് പോലത്തെ ഒരു ബിരിയാണി. എനിക്ക് സാമ്പാർ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, സാമ്പാർ ചോറ് അല്ലേ, അങ്ങനെ സദ്യ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ തിന്നാൻ തോന്നുന്നത് ബിരിയാണി ഒക്കെ ആണ്. നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള എഗ്ഗൊക്കെ ബിരിയാണി വരുന്ന രീതിയിൽ ചോദിക്കാൻ പറ്റും. ബിരിയാണി വരുന്ന രീതിയിൽ മലബാറി ലഞ്ച് എന്ന് പറഞ്ഞ് ചോദിക്കേണ്ടി വരും. നമ്മള് മലയാളത്തിലാക്കുമ്പോ ചിലപ്പോ എന്തായാലും ബിരിയാണി സദ്യയൊക്കെ ആയിരിക്കും മിക്കവാറും വരാൻ ചാൻസ് ഉള്ളത്. കേരള ടൈപ്പ് സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം. ഇപ്പോ ലഞ്ച് ടൈം ആണ്. സോറി, ലഞ്ച് ടൈം ആണ്. ഞങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ലഞ്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് സജസ്റ്റ് ചെയ്യാമോ? ഒരു ലഞ്ച് സജസ്റ്റ് ചെയ്യാമോ? ഇതുവരെയൊക്കെ വളരെ നല്ലതായിരുന്നു. മിക്സ് ചെയ്തിട്ടുള്ള അത് ചിലപ്പോ എഗ് റോസ്റ്റ് തരും ചോറ്. ഇപ്പൊ ലഞ്ച് ടൈം ആണെങ്കിൽ ഒരു ലൈറ്റ് ടേസ്റ്റി ആയിട്ടുള്ള മീലാണ് ബെസ്റ്റ്. ഇവിടെ ഒരു സിമ്പിളും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നതുമായ ലഞ്ച് സജഷൻ ഉണ്ട്. കേരള സ്റ്റൈൽ ചോറ്, മീൻകറി, തോരൻ, പുളിശ്ശേരി. മീൻകറി, തോരൻ, പുളിശ്ശേരി. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാന്ന് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. പുളിശ്ശേരി ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഒരു ഓപ്ഷൻ ചോദിച്ചത് ഇതുണ്ടോ? കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒറ്റ ഓപ്ഷൻ ലഞ്ച് ഐഡിയ എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റൈൽ ചോറ്, മീൻകറി, തോരൻ, പുളിശ്ശേരി. അപ്പൊ നല്ല നാടൻ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ലഞ്ചാണ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലഞ്ച് സെറ്റ് ആക്കാം. ഗൈസ്, നമ്മുടെ ലഞ്ച് ഇത് എവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചോറും മീൻകറിയും പച്ചക്കറിയും തോരനും എല്ലാം കൂടെ സെറ്റ് ആയിട്ടുള്ള ഒരു ചോറാണ്. അപ്പൊ നമുക്ക് കഴിക്കാം. വളരെ നാടനായിട്ടുള്ളൊരു ചോറാണ് ഗൈസ്. ചോറ് നമ്മൾ മീൽസ് ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കില്ലേ, അതുപോലത്തെ പറഞ്ഞത് എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അതെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മളടുത്ത് പറഞ്ഞ മൊത്തം നാടൻ ടേസ്റ്റുള്ള സാധനങ്ങളാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി സജസ്റ്റ് ചെയ്യാതെ വിഷമം. പക്ഷെ ഇതിലല്ലേ മീൻകറി ഇതിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മീൻ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും സജസ്റ്റ് ചെയ്തുകൊണ്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനോട് കുറച്ച് മീൻകറിയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ മീൻ കൂട്ടി. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ബാലൻസ്ഡ് ആയിട്ടുള്ള ലഞ്ച് ഫിനിഷ് ചെയ്യാം. നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ചാൽ മതി. അതുകൊണ്ട് ബിരിയാണി തരാന് എനിക്ക് തോന്നുന്നു നമ്മള് ഹെവി ആയിട്ട് തിന്നരുത്.
അപ്പൊ നമുക്ക് ലഞ്ച് ഫിനിഷ് ചെയ്യാം. അങ്ങനെ കഴിച്ച് നമ്മളുടെ നാടൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇപ്പൊ വൈകുന്നേരം സമയമായി, അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരികയാണ്. ഈ സമയത്ത് നമുക്ക് AI-നോട് ചോദിച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ഒന്നെങ്കിൽ ഡെസേർട്ട് പോലെയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ നോക്കാം. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മളടുത്ത് പറയാ ഈ ഡെസേർട്ട് ടൈപ്പ് സാധനങ്ങളായിരിക്കും തോന്നുന്നുണ്ട്. ശരിക്കും ഇപ്പൊ വേണ്ടിയിരുന്നത് നല്ല ചൂട് കട്ടൻ ചായ, നല്ല മുരിഞ്ഞ ഉള്ളിവട അല്ലേ? നല്ല കോമ്പിനേഷൻ. എനിക്ക് ഡെസേർട്ട് ടൈപ്പ് ഫലൂദ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. എനിക്ക് രണ്ട് കിട്ടിയാലും ഓക്കെയാണ്. എന്നോട് ചോദിച്ചാ പറയാ, നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ ഈവനിങ് ടൈം ആണ്, അപ്പൊ അതിനനുസരിച്ചുള്ള സാധനം സജസ്റ്റ് ചെയ്യാൻ പറയാം. ഇപ്പൊ ഈവനിങ് ടൈം ആണ്, കഴിക്കാൻ പറ്റിയ സ്നാക്സ് എന്തെങ്കിലും. ഇപ്പൊ ഈവനിങ് ടൈം ആണ്, ഈ ടൈമിൽ കഴിക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സോ ഡെസേർട്ട്സോ സജസ്റ്റ് ചെയ്യാം. സ്നാക്സോ അല്ലെങ്കിൽ വേണോ? ഇല്ല വേണ്ട, സ്നാക്സോ ഡെസേർട്ട്സോ സജസ്റ്റ് ചെയ്യൂ പ്ലീസ്. പ്ലീസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലായത്. സജസ്റ്റ് ചെയ്യൂ പ്ലീസും കൂടെ കൊടുക്കാം. പ്ലീസ് പ്ലീസ് ഒക്കെ പറയാം. ഇപ്പൊ ഈവനിങ് ടൈം ആണ്, സോ ഒരു ലൈറ്റ് ആയിട്ട് ടേസ്റ്റും സാറ്റിസ്ഫൈങ്ങും ആയിട്ടുള്ള സ്നാക്സും ഡെസേർട്ടും സൂപ്പർ ഐഡിയ ആകും. ഇതിൽ നിന്നും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഈസി ഓപ്ഷൻസ് താഴെ കൊടുക്കുന്നു. ഉഴുന്നുവട, ബ്രെഡ് പക്കോട, പക്കോട എന്ന് ഉദ്ദേശിച്ചത്, വെജിറ്റബിൾ കട്ട്ലേറ്റ്, കോൺ ചാട്ട്, ഓണിയൻ ബജി, ഞാൻ പറഞ്ഞില്ലേ റവ കേസരി, ബ്രെഡ് ഹൽവ, ഫ്രൂട്ട് കസ്റ്റർഡ്, ചോക്ലേറ്റ് മഗ് കേക്ക്, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ബോൾസ്. ഞാൻ രണ്ടെണ്ണം സജസ്റ്റ് ചെയ്യട്ടെ? അത് ഏത് സജഷൻ? ഞാൻ ചോദിക്കാം ഇതില്ലേ, ഈവനിങ് സ്നാക്സ് ഏതെങ്കിലും ഒന്നും ഡെസേർട്സ് ഏതെങ്കിലും ഒന്നും നമുക്ക് ചോദിക്കാം. ചോദിച്ചോ, മലയാളത്തിൽ ചോദിച്ചാൽ മതി, മനസ്സിലാവും. ഈവനിങ് സ്നാക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു എണ്ണവും, ഈവനിങ് ഡെസേർട്ടിൽ ഡെസേർട്സിൽ നിന്ന് ഒരെണ്ണവും ഏതെങ്കിലും എനിക്ക് വേണ്ടി ഒരു ഓപ്ഷൻ എന്ന് പറയാം അല്ലേ? ഓപ്ഷനും ചൂസ് ചെയ്യുമോ? എന്താ ചൂസ് ചെയ്യാൻ നോക്കല്ലേ? കൊടുത്തു അല്ല എന്തെങ്കിലും. ശരി, ഇതുവരെ സജഷൻ ലിസ്റ്റിൽ നിന്ന് സ്നാക്ക് ചോയ്സ്, വെജിറ്റബിൾ കട്ട്ലേറ്റ്, ഡെസേർട്ടിലെ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം സെലക്ട് ചെയ്തത്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഏത് കഴിച്ചാലും ഓക്കെയാണ് ഗൈസ്. ഞാൻ ഡെസേർട്ട് ആയാലും മറ്റേ സ്നാക്ക് ആയാലും ഓക്കെ ആണെന്നിരിക്കും. അല്ല, ഇതിപ്പോ രണ്ടും ഓക്കെ. അപ്പൊ നമുക്ക് മൂന്നാക്കും കൂടെ രണ്ടെണ്ണം വാങ്ങിച്ചോ. അപ്പൊ നമ്മൾ ഈവനിങ്ങിൽ കഴിക്കാൻ പോകുന്നത് പറഞ്ഞ പ്രകാരം വെജിറ്റബിൾ കട്ട്ലറ്റും പിന്നെ ഫ്രൂട്ട് കസ്റ്റർഡും. അങ്ങനെ നമ്മള് ലാസ്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത ഫ്രൂട്ട് കസ്റ്റർഡും വെജ് കട്ട്ലറ്റും ഇവിടെ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്തത് ഇത് രണ്ടും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കട്ടൻ ചായ ഒന്നും വെക്കുന്നില്ല ഗൈസ്, ഇത് മാത്രം നമ്മൾ കഴിക്കുന്നുള്ളൂ. ആദ്യം കസ്റ്റർഡ്, ഫ്രൂട്ട് കസ്റ്റർഡ് കഴിക്കാൻ ഞാൻ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറെ കാലത്തിന് ശേഷം ഫ്രൂട്ട് കസ്റ്റർഡ് കഴിക്കുന്നുണ്ട്. കുറെ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും. ഇവള് പണ്ട് പെരുന്നാൾ കസ്റ്റർഡ് ഉണ്ടാക്കി തന്ന ഓർമ്മ. ഉണ്ടാക്കിയില്ല, നല്ല ടേസ്റ്റുള്ള കസ്റ്റർഡ് തന്നെ. ഇവരെ ഇടക്കിടക്ക് പറയും പെരുന്നാൾ ഉണ്ടാക്കും. പക്ഷെ ഒരു പെരുന്നാളോട് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. പറച്ചിന് ഞാൻ അടുത്ത് ഉണ്ടാക്കി തരും. അതിന്റെ കൂടെ തന്നെ നമ്മളോട് കഴിക്കാൻ പറഞ്ഞ വെജ് കട്ട്ലറ്റ് ചെയ്തത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കട്ട്ലറ്റിന്റെ ടേസ്റ്റ് നോക്കാം. അല്ല, വെജ് കട്ട്ലറ്റ് കുറച്ച് ഉപ്പ് കൂടുതലാണ്, പക്ഷെ എന്തായാലും ടേസ്റ്റ് ഉണ്ട്. രാവിലെ മുതൽ നമ്മൾ ഇതുവരെ കഴിച്ച ഫുഡൊന്നും ഒരിക്കലും മോശമാക്കിയില്ല. രാവിലെ നമ്മൾ നല്ല അടിപൊളി പുട്ടും കടലക്കറിയും കഴിച്ച്, പിന്നെ അതിന്റെ ഇടനേരത്തെ നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നല്ല മിൻലൈം കുടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ മിൻലൈം കുടിച്ച്, പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ്, മീൻകറി, ഉപ്പേരി, പുളിശ്ശേരി, ഇത്രയും സാധനം പറഞ്ഞത്. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കട്ട്ലേറ്റ്, നല്ല ഫ്രൂട്ട് കസ്റ്റർഡും. അപ്പൊ ഗൈസ് നമുക്ക് ഈ ഈവനിങ് സ്നാക്കും ഈ കസ്റ്റർഡും ഫിനിഷ് ചെയ്യാം.
ഗൈസ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ AI പറഞ്ഞ പോലെ തന്നെ ഓരോ നേരത്തെ ഫുഡ് കഴിച്ച് സത്യം പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് ആ ഒരു കേരള സ്റ്റൈലിലുള്ള ഫുഡുകളാണ് മൊത്തം നമുക്ക് തന്നത്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡുകളായിരുന്നു. ഫുൾ ഒരു വെറൈറ്റി ദിവസം ഒരു വെറൈറ്റി ദിവസം നമ്മളോട് പറയുന്ന ഫുഡ് നമ്മൾ കഴിക്കാം. അപ്പൊ നല്ല വെറൈറ്റി ദിവസമായിരുന്നു, നല്ല വെറൈറ്റി ചാലഞ്ച് ആയിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya, This is Sanjana. signing off.